അങ്കിൾ വേർണൻ തന്റെ കോട്ട് ധരിക്കുകയായിരുന്നു. ഹാരി പിന്നാലെ വന്നത് കണ്ടതുമാത്രം അദ്ദേഹം ചൊടിച്ചുകൊണ്ട് പറഞ്ഞു, നിന്നെ ഞാൻ എവിടെയും കൊണ്ടുപോകുന്നില്ല. ഞാനും അതിന് വന്നതല്ല. ഹാരി ശാന്തമായി മറുപടി പറഞ്ഞു. എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്. അങ്കിൾ വേർണൻ സംശയത്തോടെ അവനെ നോക്കി. എന്റെ സ്കൂളിലെ 3-ാം വർഷ വിദ്യാർത്ഥികൾക്ക് ഇടയ്ക്കൊക്കെ അടുത്തുള്ള ഗ്രാമം സന്ദർശിക്കാൻ അനുവാദമുണ്ട്, ഹാരി പറഞ്ഞു. അതിന്? വേർണൻ കീകൾ എടുത്തുകൊണ്ട് ചോദിച്ചു. അതിന് നിങ്ങളുടെ ഒപ്പു വേണം, ഹാരി വേഗത്തിൽ പറഞ്ഞു. ഞാൻ എന്തിന് ഒപ്പിടണം? വേർണൻ പരിഹാസത്തോടെ ചോദിച്ചു. ഹാരി ഒരു നിമിഷം ആലോചിച്ച് സൂക്ഷ്മമായി മറുപടി പറഞ്ഞു. കാരണം ആൻഡ് മാർജിനോട് ഞാൻ സെന്റ് എന്തോ സ്കൂളിലാണെന്ന് വിശ്വസിപ്പിക്കുക അത്ര എളുപ്പമല്ലല്ലോ. സെന്റ് ബ്രൂട്ടസ് സുരക്ഷാ കേന്ദ്രം. ഭേദമാകാത്ത കുറ്റവാളികളായ ആൺകുട്ടികൾക്കുള്ള സ്ഥാപനം, അങ്കിൾ വേർണൻ ഉടൻ തിരുത്തി. അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ചെറിയൊരു പരിഭ്രാന്തി കലർന്നിരുന്നത് കേട്ട് ഹാരിക്ക് ഉള്ളിൽ സന്തോഷം തോന്നി. അതുതന്നെ, ഹാരി സമാധാനത്തോടെ പറഞ്ഞു. അതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും മനഃപാഠമാക്കേണ്ടിവരും. വിശ്വസനീയമായി അഭിനയിക്കാനും വേണം. അബദ്ധത്തിൽ എന്തെങ്കിലും സത്യം പറഞ്ഞു പോയാൽ എന്തു ചെയ്യും? അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല. വേർണൻ കോപത്തോടെ മുന്നോട്ടു വന്നു. പക്ഷേ ഹാരി പിന്നോട്ടു മാറിയില്ല. എന്നെ അടിച്ചാലോ ഭീഷണിപ്പെടുത്തിയാലോ ആൻഡ് മാർച്ച് കേട്ട കാര്യങ്ങൾ മറന്നുപോകില്ലല്ലോ, ഹാരി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. അങ്കിൾ വേർണൻ അവിടെ തന്നെ നിന്നു. ഉയർത്തിയ മുഷ്ടി ഇപ്പോഴും വായുവിലായിരുന്നു. കോപം കൊണ്ട് മുഖം ചുവന്നുകലങ്ങിയിരുന്നു. പക്ഷേ നിങ്ങൾ ആ ഫോമിൽ ഒപ്പിട്ടാൽ, ഹാരി പെട്ടെന്ന് തുടർന്നു, ഞാൻ ഏത് സ്കൂളിലാണെന്ന് മറക്കാതെ ഓർത്തുവെക്കും. പിന്നെ ഒരു സാധാരണ കുട്ടിയെപ്പോലെ പെരുമാറുകയും ചെയ്യും. ഒരു പ്രശ്നവും ഉണ്ടാകില്ല. അങ്കിൾ വേർണൻ ആലോചിക്കുന്നുണ്ടെന്ന് ഹാരിക്ക് മനസ്സിലായി. പല്ലുകൾ കടിച്ചുപിടിച്ചിരുന്നെങ്കിലും നെറ്റിയിലെ ഞരമ്പ് തുടിച്ചുകൊണ്ടിരുന്നെങ്കിലും അദ്ദേഹം കാര്യമായി ചിന്തിക്കുകയായിരുന്നു. ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, ശരി. മാർജ് ഇവിടെ താമസിക്കുന്ന മുഴുവൻ സമയവും ഞാൻ നിന്റെ പെരുമാറ്റം ശ്രദ്ധിക്കും. ഒരു കുഴപ്പവും ഉണ്ടാക്കാതെ ഞങ്ങൾ പറഞ്ഞ കഥയിൽ ഉറച്ചുനിൽക്കുകയും ചെയ്താൽ ആ ഫോമിൽ ഞാൻ ഒപ്പിടാം. അതും പറഞ്ഞ് അദ്ദേഹം തിരിഞ്ഞു മുൻവാതിൽ തുറന്നു. വാതിൽ അത്ര ശക്തിയായി അടച്ചുപൂട്ടിയതുകൊണ്ട് മുകളിലെ ചെറിയ ഗ്ലാസ് ചില്ലുകളിൽ ഒന്ന് പൊട്ടിവീണു. ഹാരി തിരിച്ചുപോയത് അടുക്കളയിലേക്കായിരുന്നില്ല. അവൻ നേരെ തന്റെ മുറിയിലേക്ക് കയറി. ഒരു സാധാരണ മകളിനെപ്പോലെ പെരുമാറണമെങ്കിൽ ഇപ്പോൾ തന്നെ അതിന് തുടക്കം കുറിക്കേണ്ടിവരുമെന്ന് അവൻ വിചാരിച്ചു. സങ്കടത്തോടെ അവൻ തന്റെ ജന്മദിന സമ്മാനങ്ങളും കാർഡുകളും എല്ലാം എടുത്ത് ഹോംവർക്കുകൾ ഒളിപ്പിച്ചിരുന്ന അയഞ്ഞ തറപ്പലകയുടെ അടിയിൽ സൂക്ഷിച്ചു. പിന്നീട് ഹെഡ്വിഗിന്റെ കൂട്ടിനരികിലേക്ക് നടന്നു. എറോൾ ഇപ്പോൾ സുഖം പ്രാപിച്ചതായി തോന്നി. അവനും ഹെഡ്വിഗും ചിറകിനടിയിൽ തല ഒളിപ്പിച്ച് ഉറങ്ങുകയായിരുന്നു. ഹാരി ഒരു ദീർഘനിശ്വാസം വിട്ടു. ശേഷം അവരെ പതുക്കെ ഉണർത്തി. ഹെഡ്വിഗ്, അവൻ വിഷാദത്തോടെ പറഞ്ഞു, ഒരു ആഴ്ചത്തേക്ക് നീ ഇവിടെ നിന്ന് പോകേണ്ടിവരും. എറോളിനൊപ്പം റോണിന്റെ വീട്ടിലേക്ക് പോകൂ. അവൻ നിന്നെ നോക്കിക്കൊള്ളും. ഞാൻ ഒരു കുറിപ്പെഴുതി തരാം. ഹെഡ്വിഗിന്റെ വലിയ സ്വർണ്ണനിറമുള്ള കണ്ണുകൾ കുറ്റപ്പെടുത്തുന്നതുപോലെ അവനെ നോക്കി. അങ്ങനെ നോക്കേണ്ട, ഹാരി പറഞ്ഞു. ഇത് എന്റെ കുറ്റമല്ല. റോണിന്റെയും ഹെർമയോണിയുടെയും കൂടെ ഹോഗ്സ്മീഡിലേക്ക് പോകണമെങ്കിൽ എനിക്ക് വേറെ വഴിയില്ല. 10 മിനിറ്റുകൾക്കുശേഷം കാലിൽ റോണിനുള്ള കുറിപ്പ് കെട്ടിയ ഹെഡ്വിഗും എറോളും ജനലിലൂടെ പുറത്തേക്ക് പറന്നു. കുറച്ച് നിമിഷങ്ങൾക്കകം അവ കാഴ്ചയിൽ നിന്ന് മറഞ്ഞു. ഇപ്പോൾ പൂർണ്ണമായും വിഷാദത്തിലായിരുന്ന ഹാരി ശൂന്യമായ കൂട് എടുത്ത് അലമാരയ്ക്കുള്ളിൽ വച്ചു. പക്ഷേ ഹാരിക്ക് അധികനേരം വിഷമിച്ചിരിക്കാനായില്ല. കുറച്ചു സമയത്തിനകം തന്നെ ആൻഡ് പെറ്റൂണിയ മുകളിലത്തെ നിലയിലേക്ക് ഉച്ചത്തിൽ വിളിച്ചു. ഹാരി, താഴെ വന്ന് അതിഥിയെ സ്വീകരിക്കാൻ തയ്യാറാകൂ. ഹാരി താഴെയെത്തിയതുമാത്രം ആൻഡ് പെറ്റൂണിയ അവനെ നോക്കി ചൊടിച്ചുകൊണ്ട് പറഞ്ഞു. ആ മുടിയെങ്കിലും ഒന്ന് ഒതുക്കിവെക്കൂ. പക്ഷേ അതിന് ശ്രമിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ലെന്ന് ഹാരിക്ക് അറിയാമായിരുന്നു. ആൻഡ് മാർജിന് അവനെ വിമർശിക്കുന്നത് വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ടുതന്നെ താൻ എത്ര അലങ്കോലമായി കാണപ്പെട്ടാലും അവൾ അത്ര സന്തോഷിക്കുമായിരുന്നു. അധികം വൈകാതെ പുറത്തുനിന്ന് ചരൽക്കല്ലുകൾ ഞെരിയുന്ന ശബ്ദം കേട്ടു. അങ്കിൾ വേർണനിന്റെ കാർ ഡ്രൈവ്വേയിലേക്ക് കയറിയെത്തിയതായിരുന്നു അത്. തുടർന്ന് കാർ വാതിലുകൾ അടയ്ക്കുന്ന ശബ്ദവും തോട്ടവഴിയിലൂടെ ആരോ നടന്നു വരുന്നതിന്റെ കാലൊച്ചയും കേട്ടു. വാതിൽ തുറക്കൂ, ആൻഡ് പെറ്റൂണിയ പല്ലുകടിച്ചുകൊണ്ട് ഹാരിയോട് പറഞ്ഞു. വയറ്റിൽ കനത്ത വിഷാദം നിറഞ്ഞുകൊണ്ട് ഹാരി മുൻവാതിൽ തുറന്നു. വാതിൽപ്പടിയിൽ ആൻഡ് മാർജ് നിന്നിരുന്നു. അവൾ അങ്കിൾ വേർണനെ വളരെ ഓർമ്മിപ്പിക്കുന്നവളായിരുന്നു. വലിപ്പമുള്ള ശരീരം, തടിച്ച രൂപം, ചുവന്ന മുഖം. അദ്ദേഹത്തെപ്പോലെ തന്നെ അവൾക്കും ഒരു മീശയുണ്ടായിരുന്നു, എങ്കിലും അത്ര കട്ടിയുള്ളതല്ലായിരുന്നു. ഒരു കൈയിൽ അവൾ വലിയൊരു സ്യൂട്ട്കേസ് പിടിച്ചിരുന്നു.
മറ്റേ കൈക്കടിയിൽ പ്രായമായതും എപ്പോഴും ദേഷ്യത്തിലിരിക്കുന്നതുപോലുള്ള ഒരു ബുൾഡോഗിനെ ചുമന്നിരുന്നു. എന്റെ ഡഡേഴ്സ് എവിടെ? ആൻഡ് മാർജ് ഇടിമുഴക്കമെന്ന പോലെ ചോദിച്ചു. എന്റെ പ്രിയ മരുമകൻ എവിടെയുണ്ട്? ഡഡ്ലി ഇടനാഴിയിലൂടെ തെന്നിത്തെന്നി നടന്നു വന്നു. അവന്റെ സ്വർണ്ണനിറമുള്ള മുടി തലയോട് ചേർത്ത് ഒതുക്കിവെച്ചിരുന്നു. അനേകം താടികൾക്കിടയിൽ പുതിയ ബോട്ടൈയുടെ ഒരു ഭാഗം മാത്രം കാണാമായിരുന്നു. ആൻഡ് മാർജ് തന്റെ സ്യൂട്ട്കേസ് ഹാരിയുടെ വയറ്റിലേക്ക് തള്ളിക്കൊടുത്തു. ശക്തമായ ആഘാതത്തിൽ ഹാരിയുടെ ശ്വാസം വരെ മുട്ടിപ്പോയി. ശേഷം അവൾ ഡഡ്ലിയെ ഒരു കൈകൊണ്ട് വലിച്ചുപിടിച്ച് ചേർത്തുപിടിച്ചു. കവിളിൽ വലിയൊരു മുത്തവും നൽകി. ഡഡ്ലിക്ക് ആൻഡ് മാർജിന്റെ ആലിംഗനങ്ങൾ സഹിക്കാൻ ഇഷ്ടമൊന്നുമില്ലെന്ന് ഹാരിക്ക് നന്നായി അറിയാമായിരുന്നു. പക്ഷേ അതിന് നല്ല പ്രതിഫലം ലഭിക്കുമെന്നതും അവനറിയാമായിരുന്നു. അവർ വേർപിരിഞ്ഞപ്പോൾ ഡഡ്ലിയുടെ തടിച്ച കൈയിൽ പുതിയ 20 പൗണ്ടിന്റെ ഒരു നോട്ട് മുറുകെ പിടിച്ചിരുന്നതു കണ്ടപ്പോൾ ഹാരിയുടെ സംശയം ശരിയാണെന്ന് തെളിഞ്ഞു. പെറ്റൂണിയ ഹാരി ഇല്ലെന്ന മട്ടിൽ അവനെ മറികടന്ന് നടന്നു പോകവേ ആൻഡ് മാർജ് ഉച്ചത്തിൽ വിളിച്ചു. അവളെ സംബന്ധിച്ചിടത്തോളം ഹാരി ഒരു കോട്ട് സ്റ്റാൻഡിനെപ്പോലും പ്രാധാന്യമില്ലാത്തവനായിരുന്നു. ആൻഡ് മാർജും ആൻഡ് പെറ്റൂണിയും പരസ്പരം അഭിവാദ്യം ചെയ്തു. യഥാർത്ഥത്തിൽ അത് ഒരു ചുംബനത്തേക്കാൾ ആൻഡ് മാർജിന്റെ വലിയ താടി ആൻഡ് പെറ്റൂണിയുടെ മെലിഞ്ഞ കവിളിൽ ഇടിച്ചതുപോലെയായിരുന്നു. അതിനിടെ അങ്കിൾ വേർണൺ വാതിൽ അടച്ചുകൊണ്ട് അകത്തേക്ക് വന്നു. മാർജ്, ചായ വേണോ? അദ്ദേഹം സന്തോഷഭാവത്തിൽ ചോദിച്ചു. റിപ്പറിന് എന്തു കൊടുക്കാം? എന്റെ സോസറിൽ നിന്ന് കുറച്ച് ചായ കൊടുത്താൽ മതി, ആൻഡ് മാർജ് പറഞ്ഞു. അങ്ങനെ എല്ലാവരും അടുക്കളയിലേക്ക് നടന്നു. സ്യൂട്ട്കേസുമായി ഹാരി മാത്രം ഇടനാഴിയിൽ ബാക്കിയായി. പക്ഷേ അതിൽ ഹാരിക്ക് യാതൊരു പരാതിയും ഉണ്ടായിരുന്നില്ല. ആൻഡ് മാർജിന്റെ കൂടെ സമയം ചിലവഴിക്കാതിരിക്കാൻ കിട്ടുന്ന ഏത് അവസരവും അവൻ സ്വാഗതാർഹമായിരുന്നു. അതിനാൽ അവൻ സ്യൂട്ട്കേസ് എടുത്ത് മുകളിലെ അതിഥിമുറിയിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. കഴിയുന്നത്ര സമയം എടുക്കാനാണ് അവൻ ശ്രമിച്ചത്. അവൻ തിരിച്ചെത്തുമ്പോഴേക്കും ആൻഡ് മാർജിന്റെ മുന്നിൽ ചായയും ഫ്രൂട്ട് കേക്കും എത്തിക്കഴിഞ്ഞിരുന്നു. റിപ്പർ അടുക്കളയുടെ ഒരു മൂലയിൽ നിന്ന് വലിയ ശബ്ദത്തോടെ ചായ നക്കി കുടിക്കുകയായിരുന്നു. ചായത്തുള്ളികളും ഉമിനീരും താൻ വൃത്തിയായി സൂക്ഷിച്ചിരുന്ന തറയിൽ വീഴുന്നത് കണ്ടപ്പോൾ ആൻഡ് പെറ്റൂണിയ അസ്വസ്ഥതയോടെ മുഖം ചുളിക്കുന്നതും ഹാരി ശ്രദ്ധിച്ചു. ആൻഡ് പെറ്റൂണിയയ്ക്ക് മൃഗങ്ങളെ ഇഷ്ടമല്ലായിരുന്നു. മാർജ്, ബാക്കിയുള്ള നായകളെ ആരാണ് നോക്കുന്നത്? അങ്കിൾ വേർണൺ ചോദിച്ചു. കർണൽ ഫബ്സ്റ്ററാണ് അവയെ നോക്കുന്നത്, ആൻഡ് മാർജ് ഉച്ചത്തിൽ പറഞ്ഞു. അദ്ദേഹം ഇപ്പോൾ വിരമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ചെയ്യാൻ എന്തെങ്കിലും ജോലി കിട്ടുന്നത് നല്ലതാണ്. പക്ഷേ എന്റെ പാവം റിപ്പറിനെ ഞാൻ വിട്ടുപോകാൻ പറ്റില്ലായിരുന്നു. എന്നിൽ നിന്ന് അകന്നാൽ അവൻ വല്ലാതെ വിഷമിക്കും. ഹാരി ഇരുന്നതുമാത്രം റിപ്പർ വീണ്ടും മുരളാൻ തുടങ്ങി. ആ ശബ്ദം ആൻഡ് മാർജിന്റെ ശ്രദ്ധ ആദ്യമായി ഹാരിയിലേക്കു തിരിച്ചു. അപ്പോൾ അവൾ കുരച്ചു. നീ ഇപ്പോഴും ഇവിടെയുണ്ടല്ലോ? ഉണ്ട്, ഹാരി ചുരുക്കത്തിൽ മറുപടി പറഞ്ഞു. അങ്ങനെ നന്ദിയില്ലാത്ത സ്വരത്തിൽ ഉണ്ട് എന്ന് പറയേണ്ട, ആൻഡ് മാർജ് മുരണ്ടു. നിന്നെ ഇവിടെ താമസിപ്പിക്കുന്നത് വേർണണും പെറ്റൂണിയും ചെയ്യുന്ന വലിയ കാരുണ്യമാണ്. ഞാനായിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലായിരുന്നു. നിന്നെ എന്റെ വീട്ടുവാതിൽക്കൽ ആരെങ്കിലും കൊണ്ടുവിട്ടിരുന്നെങ്കിൽ നേരെ അനാഥാലയത്തിലേക്കാണ് ഞാൻ അയച്ചേനെ. ഡർസ്ലിമാരുടെ കൂടെ കഴിയുന്നതിനേക്കാൾ അനാഥാലയത്തിൽ താമസിക്കുന്നതാണ് നല്ലതെന്ന് പറയാൻ ഹാരിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഹോഗ്സ്മീഡിലേക്കുള്ള അനുമതിപത്രത്തെക്കുറിച്ചുള്ള ചിന്ത അവനെ തടഞ്ഞു. വലിയ പ്രയാസത്തോടെ അവൻ മുഖത്ത് ഒരു പുഞ്ചിരി വരുത്തി. എന്നെ നോക്കി ഇളിക്കണ്ട, ആൻഡ് മാർജ് ഇടിമുഴക്കമെന്ന പോലെ പറഞ്ഞു. ഞാൻ അവസാനമായി കണ്ടതിനു ശേഷം നിനക്കൊരു മാറ്റവുമില്ലെന്ന് കാണാം. സ്കൂളിൽ പോയാൽ കുറച്ചെങ്കിലും മര്യാദ പഠിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നു. അവൾ ഒരു വലിയ കവിൾ ചായ കുടിച്ചു. ശേഷം മീശ തുടച്ചുകൊണ്ട് ചോദിച്ചു. വേർണൺ ഇവനെ ഏത് സ്കൂളിലേക്കാണെന്ന് പറഞ്ഞത്? സെന്റ് ബ്രൂട്ടസ്, അങ്കിൾ വേർണൺ ഉടൻ മറുപടി നൽകി. തിരുത്താൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കുള്ള ഒന്നാംതരം സ്ഥാപനം. അങ്ങനെയോ? ആൻഡ് മാർജ് പറഞ്ഞു. ശേഷം മേശയ്ക്കപ്പുറത്തുനിന്ന് ഹാരിയോട് ചോദിച്ചു. അവിടെ വടി ഉപയോഗിക്കാറുണ്ടോ മോനെ? അത് ഹാരി ഒന്ന് മടിച്ചു. ആൻഡ് മാർജ് കാണാത്ത വിധം അങ്കിൾ വേർണൺ പിന്നിൽ നിന്ന് ശക്തമായി തലയാട്ടി. ഉണ്ട്, ഹാരി പറഞ്ഞു. പിന്നെ കഥ പൂർണ്ണമാക്കണമെന്നു കരുതി കൂട്ടിച്ചേർത്തു. എപ്പോഴും. വളരെ നല്ലത്, ആൻഡ് മാർജ് സംതൃപ്തിയോടെ പറഞ്ഞു. അടിക്കരുത്, ശിക്ഷിക്കരുത് എന്നൊക്കെയുള്ള ഈ മൃദുസ്വഭാവം എനിക്ക് ഇഷ്ടമല്ല. അർഹിക്കുന്നവരെ നല്ലപോലെ തല്ലുകയാണ് വേണ്ടത്. 100-99 കേസിലും അതാണ് ശരിയായ പരിഹാരം. അവൾ ഹാരിയെ സൂക്ഷിച്ചു നോക്കി. നിന്നെ ഇടയ്ക്കിടെ അടിക്കാറുണ്ടോ? ഓ അതെ, ഹാരി പറഞ്ഞു. ഒരുപാട് തവണ. ആൻഡ് മാർജ് കണ്ണുകൾ ചുരുക്കി. നിന്റെ സംസാരരീതി എനിക്ക് ഇപ്പോഴും ഇഷ്ടമായിട്ടില്ല, അവൾ പറഞ്ഞു.
അടിവാങ്ങുന്നതിനെക്കുറിച്ച് ഇത്ര നിസ്സാരമായി സംസാരിക്കാനാകുന്നുവെങ്കിൽ അവർ നിന്നെ വേണ്ടത്ര ശക്തിയായി അടിക്കുന്നില്ലെന്നതാണ് അർത്ഥം. പിന്നെ അവൾ ആൻഡ് പെറ്റൂണിയിലേക്ക് തിരിഞ്ഞു. ഞാനായിരുന്നെങ്കിൽ സ്കൂളിലേക്ക് ഒരു കത്ത് എഴുതുമായിരുന്നു. ഈ കുട്ടിയുടെ കാര്യത്തിൽ കർശനമായ ശിക്ഷകൾ ഉപയോഗിക്കാൻ നിങ്ങൾ പൂർണ്ണ പിന്തുണ നൽകുന്നുവെന്ന് അവരെ അറിയിക്കണം. ഹാരി അവരുടെ തമ്മിലുള്ള കരാർ മറന്നുപോകുമോ എന്ന് അങ്കിൾ വേർണൺ ഭയപ്പെട്ടതുപോലെ തോന്നി. എന്തായാലും അദ്ദേഹം പെട്ടെന്ന് വിഷയം മാറ്റി. ഇന്നത്തെ വാർത്ത കേട്ടോ മാർജ്? അങ്കിൾ വേർണൺ ചോദിച്ചു. ആ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട കുറ്റവാളിയെക്കുറിച്ച്. എന്താ അതിനെപ്പറ്റി നിന്റെ അഭിപ്രായം? ആൻഡ് മാർജ് സുഖമായി വീട്ടിൽ ഒതുങ്ങിക്കഴിയാൻ തുടങ്ങുമ്പോൾ അവൾ ഇല്ലാതിരുന്ന കാലത്തെ ജീവിതം ഹാരിക്ക് ഓർമ്മ വന്നു.